നമസ്കാരം. ഐഗ്നോവിലെ നിങ്ങളുടെ സൈക്കോളജി പഠനത്തിൽ ഭാഷ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നതിൻ്റെ ഒരു ബയോളജിക്കൽ സൈഡ് ഉണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ ഇന്ന് ടു ഗഭീരെ ഡുബ്ദബോ. ടു ഗഭീരെ ഡുബ്ദബോ a bit of Bengali mixed in, assuming a diverse audience or influence or just a stylistic choice. If strictly Malayalam is needed, replace with ആഴത്തിലിറങ്ങി ചെല്ലുന്നത്. നമ്മൾ നോക്കുന്നത് MPC 001 ബ്ലോക്ക് 3 യൂണിറ്റ് 1 ആണ്. എങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് ഭാഷ പഠിക്കാൻ റെഡിയാവുന്നത്? പിന്നെ ഈ ഭാഷ എന്ന് പറയുന്നത് വെറും ബുദ്ധിയുടെ ഭാഗമാണോ, അതോ അതിന് സ്വന്തമായിട്ടൊരു ബയോളജിക്കൽ ബേസ് ഉണ്ടോ? ഈ നാഡീ ശൃംഖലകൾ, ന്യൂറൽ നെറ്റ്വർക്ക്സ്, അതിനൊക്കെ ഇതിൽ എന്ത് പങ്കാണ്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു പുതിയ ഭാഷ പഠിക്കാൻ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ തോന്നിയിട്ടില്ലേ, കുട്ടികൾ എന്ത് എളുപ്പത്തിലേ അത് പഠിക്കുന്നതെന്ന്? അതിൻ്റെ പിന്നിലെ ആ ഒരു ബയോളജി, അത് രസകരമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഭാഷ പഠിക്കുമ്പോൾ തലച്ചോറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ശരിക്കും സംഭവിക്കുന്നത്, ജനിക്കുന്നതിന് മുമ്പും പിന്നെ ജനിച്ചതിന് ശേഷവും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശരിക്കും പറഞ്ഞാല് ജനിക്കുന്നതിന് മുൻപ് തന്നെ, ഗർഭാവസ്ഥയിൽ തന്നെ ന്യൂറോണുകളൊക്കെ ഉണ്ടായി തുടങ്ങും. അവ തലച്ചോറിൽ അതിൻ്റേതായ സ്ഥാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷേ ജനനശേഷമുള്ള മാറ്റങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. തലച്ചോറിന്റെ ഭാരം കൂടും, വലിപ്പം കൂടും, പിന്നെ ഈ കോർട്ടെക്സ് ഇല്ലേ, അതിന്റെ കനം കൂടും. അതോടൊപ്പം വിവരങ്ങൾ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്, മൈലിനേഷൻ എന്ന് പറയും. അതുവഴി നാഡീബന്ധങ്ങൾ, അതായത് വൈറ്റ് മാറ്റർ, കൂടുതൽ ദൃഢമാവും, സ്പീഡ് കൂടും. ഓക്കേ, മൈലിനേഷൻ. അതെ. പിന്നെ രസകരമായൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഏകദേശം ഒരു 9 മാസം തൊട്ടേ 2 വയസ്സുവരെയുള്ള പ്രായമില്ലേ, ആ പ്രായം, ആ സമയത്ത് സിനാപ്സുകളുടെ എണ്ണം, അതായത് ഈ ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷൻസ്, അത് ഭയങ്കരമായിട്ട് കൂടും. ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. ഒരുപാട് കണക്ഷൻസ്. പക്ഷേ അതിനുശേഷം ഒരു പ്രൂണിങ് നടക്കും, സിനാപ്റ്റിക് പ്രൂണിങ് എന്ന് പറയും. ആവശ്യമില്ലാത്ത കണക്ഷൻസ് ഒക്കെ തലച്ചോറ് തന്നെ ഒഴിവാക്കും. ഒരു മിനിറ്റ്, ഈ കണക്ഷൻസ് കുറയുന്നത്, ഈ പ്രൂണിങ്, അതെങ്ങനെയാ ഭാഷ പഠിക്കാൻ സഹായിക്കുന്നത്? എണ്ണം കുറയുന്നത് ഒരു നെഗറ്റീവ് അല്ലേ? നല്ല ചോദ്യം. ശരിയാണ്, കൂടുതൽ കണക്ഷൻ എന്നാൽ കൂടുതൽ നല്ലതെന്ന് തോന്നാം. പക്ഷേ തലച്ചോറ് എപ്പോഴും കാര്യക്ഷമതയാണ് നോക്കുന്നത്. സ്ഥിരമായി ഉപയോഗിക്കുന്ന പാതകൾ ശക്തിപ്പെടുത്താനും ആവശ്യമില്ലാത്ത നോയ്സ് കുറയ്ക്കാനുമാണ് ഈ പ്രൂണിങ്. അത് ഭാഷയുടെ നിയമങ്ങളൊക്കെ വേഗത്തിൽ പഠിക്കാനും ഓർക്കാനും ശരിക്കും സഹായിക്കും. അപ്പൊ കൂടുതൽ ഫോക്കസ്ഡ് ആവുകയാണ് ചെയ്യുന്നതല്ലേ? അതെ. അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 4 വയസ്സാവുമ്പോഴേക്കും തലച്ചോറിലെ ഊർജ്ജ ഉപയോഗം, മെറ്റബോളിക് ആക്ടിവിറ്റി, അത് ഏറ്റവും കൂടുതലായിരിക്കും. ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം, ഈ ടൈമിംഗ് എല്ലാം കുട്ടികളുടെ ഭാഷാവികാസത്തിലെ ഓരോ സ്റ്റെപ്പുമായിട്ട്, അതായത് കൊഞ്ചൽ, ആദ്യത്തെ വാക്കുകൾ, പിന്നെ ഗ്രാമർ പഠിക്കുന്നത്, ഇതുമായിട്ടൊക്കെ കറക്റ്റായിട്ട് ലിങ്ക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സമയബന്ധിതമായ ഹാത്തങ്ങൾ, ഇതിനെയാണോ നമ്മൾ ഈ ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുന്നത്? അതായത് ഒരു പ്രത്യേക പ്രായത്തിനുള്ളിൽ ഭാഷ പഠിക്കാൻ എളുപ്പമാണ്, കഴിഞ്ഞാൽ പാടാണ് എന്നൊക്കെ? അതെ, തീർച്ചയായും അതാണ് കാര്യം. കുട്ടിക്കാലത്ത് തലച്ചോറിന് ഭയങ്കര വഴക്കമാണ്. നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയില്ലേ? പ്ലാസ്റ്റിസിറ്റി. അതുതന്നെ. ഏകദേശം ഒരു 6 വയസ്സുവരെയൊക്കെ ഒരു ഭാഷ, പ്രത്യേകിച്ചും ആദ്യത്തെ ഭാഷ, പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു സ്വാഭാവിക പ്രക്രിയ പോലെ തോന്നും. പിന്നെ കൗമാരപ്രായം എത്തുന്നതുവരെ ആ കഴിവ് പതിയെ കുറഞ്ഞു വരും. അതിനുശേഷം ഒരു പുതിയ ഭാഷ ഒരു നേറ്റീവ് സ്പീക്കറെ പോലെ അത്രയും നന്നായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, അപൂർവമാണ്. ഈ ക്രിട്ടിക്കൽ പീരീഡ് ഹൈപ്പോത്തിസിസ് പറയുന്നത് ഇത് തലച്ചോറിന്റെ ഈ ജൈവപരമായ വളർച്ചയുടെയും പക്വത പ്രാപിക്കലിന്റെയും ഭാഗമാണെന്നാണ്. ഈ ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഭാഷയ്ക്ക് തലച്ചോറിലൊരു പ്രത്യേക സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രാധാന്യം ഉണ്ടെന്നാണല്ലോ. അപ്പോൾ നമ്മുടെ സാധാരണ ബുദ്ധി, ജനറൽ ഇന്റലിജൻസ്, അതിൽ നിന്ന് ഭാഷ ശരിക്കും വേറിട്ട് നിൽക്കുന്ന ഒന്നാണോ, അതോ ബുദ്ധിയുടെ തന്നെ ഒരു ഭാഗമാണോ? വളരെ നല്ലൊരു ചോദ്യമാണത്. കാരണം പല തെളിവുകളും കാണിക്കുന്നത് ഭാഷ കൈകാര്യം ചെയ്യാൻ തലച്ചോറിന് അതിൻ്റേതായ പ്രത്യേക ഭാഗങ്ങളും സർക്യൂട്ടുകളും ഉണ്ടെന്നാണ്. ഇത് പ്രധാനമായും കാണുന്നത് തലച്ചോറിന്റെ ഇടത് അർദ്ധഗോളത്തിലാണ്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ, ഇടതുഭാഗത്ത്. അതെ. ഉദാഹരണത്തിന് ഇപ്പൊ സ്ട്രോക്കൊക്കെ വന്ന ചില ആളുകളിൽ അവർക്ക് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടാം. നമ്മൾ അഫേസിയ എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ട്.
പക്ഷേ അവരുടെ മറ്റു ബുദ്ധിപരമായ കഴിവുകൾ, അതായത് പസിൽ സോൾവ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നോൺ വെർബൽ ഐക്യൂന് വലിയ കുഴപ്പം കാണണമെന്നില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജനറൽ ഇന്റലിജൻസിൽ നിന്ന് കുറച്ചുകൂടി വേറിട്ട് നിൽക്കുന്ന, തലച്ചോറിന് തന്നെയുള്ള ഒരു സ്പെസിഫിക് കഴിവ് കൂടിയാണ്, ഒരു ജൈവികമായ കഴിവ്. അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക ഭാഷാശേഷി ഇത് പ്രവർത്തിക്കുന്നതെങ്ങനെയാണ്? ഈ നാഡീ ശൃംഖലകൾക്ക്, ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് ഇതിലെന്ത് പങ്കാണുള്ളത്? ശരിയാണ്. അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് ഈ നാഡീ ശൃംഖലകളിൽ പുതിയ കണക്ഷൻസ് ഉണ്ടാകുന്നതും ഉള്ള കണക്ഷൻസിൽ മാറ്റം വരുന്നതും ചിലത് കൂടുതൽ ശക്തമാകുന്നതും ഒക്കെയാണ്. നമ്മൾ ഓരോ വാക്ക് പഠിക്കുമ്പോഴും ഒരു ഗ്രാമർ റൂൾ മനസ്സിലാക്കുമ്പോഴും ഈ കണക്ഷൻസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. തലച്ചോറ് സ്വയം റീവയർ ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. റീവയറിംഗ് പോലെ. അതെ, നേരത്തെ പറഞ്ഞ ആ സിനാപ്റ്റിക് പ്രൂണിങ്ങും പുതിയ സിനാപ്സുകൾ ഉണ്ടാകുന്നതും, സിനാപ്റ്റോജെനസിസ്, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മുടെ തലച്ചോറിന്റെ വളർച്ച, പുതിയ അനുഭവങ്ങൾ, നമ്മൾ എത്രത്തോളം ആ ഭാഷ ഉപയോഗിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, ഇതൊക്കെ ഈ നെറ്റ്വർക്കുകളെ സ്വാധീനിക്കും. പിന്നെ നമുക്കറിയാം, ഭാഷ സംസാരിക്കാൻ സഹായിക്കുന്ന ബ്രോക്കാസ് ഏരിയ, ഭാഷ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വെർണിക്കീസ് ഏരിയ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഇവയെല്ലാം ഈ വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. ഈ നെറ്റ്വർക്കുകളുടെ പ്രവർത്തനമാണ് നമ്മുടെ ഭാഷാതരമായ കഴിവിനെ തീരുമാനിക്കുന്നത്. വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഓർത്തുവെക്കാൻ എളുപ്പത്തിന് എന്തൊക്കെയാണ് പ്രധാന ആശയങ്ങൾ? ഓക്കെ, പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമുക്ക് ഓർത്തുവെക്കാം. 1, തലച്ചോറിന്റെ ആ ഒരു ഘടനാപരവും പ്രവർത്തനപരവുമായ പക്വത പ്രാപിക്കൽ. ആ മാറ്റങ്ങൾ, മെച്ചുറേഷണൽ ചേഞ്ചസ്, അത് ഭാഷ പഠിക്കുന്നതിലെ സമയത്തെയും കഴിവിനെയും കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. ആ ക്രിട്ടിക്കൽ പീരിയഡ് ഓർത്താൽ മതി. 2, ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജനറൽ ഇന്റലിജൻസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. തലച്ചോറിന് അതിനായിട്ടുള്ള പ്രത്യേക കഴിവുകളും സ്ഥലങ്ങളുമുണ്ട്. 3, ഭാഷാപഠനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നാഡീബന്ധങ്ങൾ രൂപപ്പെടുന്നതും മാറുന്നതും ശക്തമാകുന്നതുമാണ്. ഫോർമേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് ന്യൂറൽ കണക്ഷൻസ്. ഈ നെറ്റ്വർക്കുകളാണ് ഭാഷയെ സാധ്യമാക്കുന്നത്. ശരിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഭാഷ എന്നത് നമ്മൾ വെറുതെ പഠിച്ചെടുക്കുന്നൊരു കാര്യം മാത്രമല്ല, അത് നമ്മുടെ ബയോളജിയുമായിട്ട്, തലച്ചോറിന്റെ പ്രവർത്തനവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലേ? അതെ, തീർച്ചയായും. ഈയൊരു ജൈവപരമായ അടിസ്ഥാനം മനസ്സിലാക്കുന്നത് ഭാഷാ പഠനത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ തന്നെ മാറ്റാൻ സഹായിക്കും. അപ്പോൾ ഭാഷാ പഠനത്തിന്റെ ഈ ബയോളജിക്കൽ വശങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു ചർച്ച നിങ്ങൾക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ പഠനത്തിന് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പോകുന്നതിന് മുമ്പൊരു കാര്യം കൂടി. നമ്മുടെ ബയോളജി, പ്രത്യേകിച്ചും പ്രായം, ഭാഷ പഠിക്കുന്നതിന് ചില ലിമിറ്റ്സ് വെക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഭാവിയിൽ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഈയൊരു ബയോളജിക്കൽ പരിമിതിയെ നമുക്ക് മറികടക്കാൻ പറ്റുമോ? അതായത് പ്രായമൊരു പ്രശ്നമല്ലാതാകുമോ ഭാഷ പഠിക്കാൻ? ചിലപ്പോൾ എന്തെങ്കിലും വഴികൾ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കോ? അതൊരു ചിന്തയാണ്. എന്തായാലും പങ്കെടുത്തതിന് വളരെ നന്ദി. അടുത്ത തവണ കാണാം.